എവിടെയാണ് അള്ളാഹു ഖുർആനിൽ നെഗറ്റീവ് പറഞ്ഞത്? ഒരായത്ത് നിങ്ങൾ പറയും, വെറുതെ ചോദിക്കല്ലോ. ഒരായത്ത് നിങ്ങൾ പറഞ്ഞാൽ എനിക്ക് അതൊന്ന് പരിശോധിക്കാനാണ്. പിന്നെ അപ്പൊ റോബിൽ നിന്നാണ് ഞാൻ പോണത്. ഭയമല്ല. സുൽത്താൻ ഒരു മനുഷ്യന്റെ, ഇപ്പൊ ഞാനും നിങ്ങളും ഒരു വിഷയത്തിൽ സംവദിക്കുമ്പോൾ എന്റെ കയ്യിൽ തെളിവില്ലെന്ന്, സുൽത്താൻ ഇല്ലെന്ന് വരുമ്പോൾ എന്റെ മനസ്സിൽ റോബ് വരും. എന്തിനു വേണ്ടിയിട്ടാണ്? നെഗറ്റീവ് അല്ല, തെളിവ് കണ്ടെത്താൻ. അത് പോസിറ്റീവാണോ നെഗറ്റീവാണോ? റോബ് ഇട്ടാലേ അവന് ഇബ്റിലെത്തുകയുള്ളൂ, ഗുണപാഠത്തിലെത്തുകയുള്ളൂ. റഅബ എന്ന വാക്കിനെ, ആ അക്ഷരങ്ങളെ തിരിച്ചിട്ട് ഖുർആൻ ഉപയോഗിച്ച വാക്കുണ്ട്, ഇന്ന ഫീ ദാലിക ലഇബ്റത്തൻ ലിഉലിൽ അൽബാബ്. തന്റെ തലച്ചോറിൽ കാമ്പുള്ളവർക്ക് അതിൽ ഗുണപാഠമുണ്ട്. അപ്പൊ ഒരു മനുഷ്യൻ ഇബ്റത്തിൽ എത്തണമെങ്കിൽ അവനിൽ റോബ് ആദ്യം ജനിക്കേണ്ടതുണ്ട്. ഒരു മനുഷ്യന്റെ ചിന്തയിലും മനസ്സിലും എപ്പോഴാണോ റോബ് ജനിക്കുക, അപ്പോഴേ താൻ ആ രംഗത്ത് പിന്നിലാണെന്നല്ല, ആ തിരിച്ചറിവ് അവനിൽ ഉണ്ടാവുകയുള്ളൂ. തന്നിൽ ബുദ്ധിപരമായ സുൽത്താനിയത്ത് തന്റെ കയ്യിലില്ലല്ലോ എന്ന തിരിച്ചറിവ് അവനിലുണ്ടാവും. അങ്ങനെ ആ തിരിച്ചറിവ് ഉണ്ടാകുമ്പോഴേ ആ തിരിച്ചറിവ് ഇട്ടുകൊടുക്കലാണ് റോബ് ഇട്ടുകൊടുക്കൽ. അതാണ് സുൽത്താനും റോബും തമ്മിൽ ബന്ധിപ്പിച്ച ഒരായത്തുണ്ട് ഖുർആനിൽ. അത് നിങ്ങളൊന്ന് തെരഞ്ഞു കണ്ടുപിടിക്കണമെന്ന് ഞാൻ പറഞ്ഞത്. ഉണ്ട് ഖുർആനിൽ. അത് ആ നമ്പർ എനിക്ക് പെട്ടെന്ന് ഓർമ്മയില്ലാത്തതുകൊണ്ടാണ് ഞാൻ അത് തെരഞ്ഞു കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് തന്നത്. ഒരു മനുഷ്യനിൽ റോബില്ലാതെ ഇരിക്കുമ്പോൾ അവനിൽ നിന്ന് സുൽത്താൻ പോവുകയാണ്. അവന്റെ സുൽത്താൻ ഇബ്ലീസ് ഏറ്റെടുക്കും. ഇബ്ലീസ് പറഞ്ഞല്ല അള്ളാഹിനോട്, എനിക്ക് സുൽത്താന് വേണമെന്ന്. ഈ മനുഷ്യന്റെ ബുദ്ധിയുടെ ആധിപത്യം എനിക്ക് വേണം, അണക്ക് തരാ, ഒരു ജനതയിൽ ഒരു ബഅസ് ഉണ്ടാവുന്നത് വരെ അണക്ക് തരാന്ന് പറഞ്ഞു. അവനിൽ ബുദ്ധിപരവും വൈജ്ഞാനികവുമായ ഉയർത്തെഴുന്നേൽപ്പുണ്ടായാൽ അന്റെ സുൽത്താനിയത്ത് പോവും കേട്ടോ എന്ന് പറഞ്ഞു. ഇവരെന്തായിരിക്കണമെന്നോ? ഖിയാമം നാള് വരെ കൊടുക്കുന്നാക്കി. ഇലാ യൗമി യുബ്അസൂൻ. എന്താ? ഒക്കെ അട്ടിമറിച്ചൊക്കെയാണ്, എല്ലാം അട്ടിമറിച്ചു. ഒരു മനുഷ്യനിൽ എപ്പോ വൈജ്ഞാനികമായ ഒരു ബഅസ്, ഒരു ഉയർത്തെഴുന്നേൽപ്പ്, ഒരു ബുദ്ധിപരമായ ഒരു നവോത്ഥാനം, ഒരു നെഹ്വത്ത്, ഒരു ബഅസ് ഒരു വ്യക്തിയിൽ എപ്പോൾ ഉണ്ടാകുന്നുവോ അതുവരെ മാത്രമേ ആർക്ക് അധികാരമുള്ളൂ? ആരുടെ കയ്യിൽ സുൽത്താനുള്ളൂ? ഇബ്ലീസിന്റെ കയ്യിൽ സുൽത്താനുള്ളൂ. അതാണ് അള്ളാഹ് പറഞ്ഞത്, അനക്ക് സുൽത്താനൊക്കെ തരാം. ഏതുവരെ തരുള്ളൂ എന്ന് നമുക്കറിയോ? ഇലാ യൗമി യുബ്അസൂൻ. ഒരു വ്യക്തിയിൽ ഒരു ബഅസ് ഉണ്ടാകുന്നത് വരെ തരാം. ഉണ്ടായിക്കഴിഞ്ഞാൽ അന്റേക്കൊന്ന് പോകുന്നത്, അത് പിന്നെ എന്നെ പറഞ്ഞിട്ട് കാര്യമല്ല. അതാണ് ഫിർഔനിലേക്ക്, ഓ ഹാറൂനെ, മൂസേ, നിങ്ങൾ രണ്ടുപേരും ബിസുൽത്താനിൻ മുബീൻ, എന്റെ വ്യക്തമായ ബുദ്ധിപരമായ തെളിവുകൾ കൊണ്ട് നിങ്ങൾ അവരിലേക്ക് പോവുക. അത് നഷ്ടപ്പെടുമ്പോൾ ഒരു മനുഷ്യനിൽ ഉണ്ടാകുന്നതാണ് റോബ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഈ സുൽത്താൻ നേടിയെടുക്കാൻ. അങ്ങനെ നേടിയെടുത്താലേ അവൻ എവിടേക്ക് എത്തുകയുള്ളൂ? ഇബ്റത്ത്, ഗുണപാഠത്തിലേക്ക് എത്തുകയുള്ളൂ. ഇന്ന ഫീ ദാലിക ലഇബ്റത്തൻ ലിഉലിൽ അൽബാബ്. അതാണ്. ഇനി അദാബ് കൊണ്ട് വരരുത്. ഇവര് വെറുതെ ആളുകളെ സ്വീപ്പാക്കാൻ. സത്യത്തില് എന്റെ സഹോദരങ്ങളോട് എനിക്ക് സ്നേഹമുള്ളൂ, അറിയാനിട്ടാണ് സത്യം. ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, 4 കൊല്ലം മുമ്പിന്റെ അവസ്ഥയാണ്. ഞാൻ ഹക്കായിട്ട് പറയല്ലേ, നിങ്ങളിന്റെ 2007 ക്ലാസ്സുകൾ കേട്ടുക്കണം. വളരെ ശക്തമായ ആക്ഷേപങ്ങളായിരിക്കും അല്ലേ? അഹ്ലുസുന്നത്തിനൊക്കെ ഡെവലപ്മെന്റ് ആണ്. നമ്മൾ സംസ്കരിക്കപ്പെടുകയാണ്, മനസ്സ് സംസ്കരിക്കപ്പെടുന്ന. ഒരാളെ കുറ്റം പറഞ്ഞാൽ അന്നത്തെ ഉറക്കം പോയി. സത്യം പറയാലോ, അന്ന് ഒരു 12 മണി കഴിയാതെ ഉറക്കം തരുവില്ല. പഠിച്ചവനെ ഞാൻ എന്തിനാ എനിക്ക് ആ ഇബ്ലീസ് വെറുതെ ആ സമയത്ത് മനസ്സിൽ ഇടങ്ങേറാണ് സത്യത്തില്.